പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ ചൂടുയരുകയാണ്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒരു സൈനിക വിമാനമാണ് ഇറാഖിൽ തകർന്നു വീണിരിക്കുന്നത്. ഇറാൻ വ്യോമ പ്രതിരോധ സേനയാണ് ആക്രമിച്ച് തകർത്തിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇക്കാര്യം ഇറാൻ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മാനക്കേട് ഭയന്ന് ഈ വിമാനം തകർന്നു എന്നല്ലാതെ തകർത്തു എന്ന് അമേരിക്ക പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന അമേരിക്കൻ വ്യോമസേനയുടെ KC-135 റിഫ്യൂവലിംഗ് വിമാനമാണ് ഇറാഖിന്റെ പടിഞ്ഞാറൻ വ്യോമപരിധിയിൽ തകർന്നു വീണതെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം $79 മില്യൺ വില വരുന്ന ഈ സൈനിക വിമാനത്തിന്റെ തകർച്ച പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന അമേരിക്കൻ സൈനികരും പൈലറ്റുമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപകട സമയത്ത് 2 വിമാനങ്ങളാണ് ആകാശത്തുണ്ടായിരുന്നതെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. അവയിലൊന്ന് പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നു വീണപ്പോൾ രണ്ടാമത്തെ വിമാനം സുരക്ഷിതമായി നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡിൽ തീപിടുത്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ നടന്ന ഈ സംഭവം അമേരിക്കൻ ഭരണകൂടത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന വിവരവും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ അമേരിക്ക ഉടൻ യുദ്ധം നിർത്തി മടങ്ങുന്നതാണ് നല്ലതെന്നാണ് പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംഭവങ്ങൾ പുറത്തു വന്നതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മൂർച്ഛിച്ചിട്ടുണ്ട്. ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ മുന്നറിയിപ്പിന് ഇറാൻ നൽകിയത് അതിലും ഭീകരമായ ഒരു മറുപടി എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ മേഖലയിലെ മുഴുവൻ വൈദ്യുതി ഗ്രിഡുകളും 1/2 മണിക്കൂറിനുള്ളിൽ തകർത്ത് ഇരുട്ടിലാക്കുമെന്നതാണ്. അതോടെ ജീവഭയത്താൽ ഓടുന്ന അമേരിക്കൻ സൈനികർക്കും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ച് ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഉള്ളത്.